വാതിക്കൽ അറ്റ് ദ ഗേറ്റ് ഒരു നല്ല മെസ്സേജ് നമ്മുടെ ചർച്ചിൽ നമ്മുടെ കൂടെയുള്ള ഒരു വിശ്വാസി നല്ല ദൈവഭയമുള്ള ഒരാൾ പറഞ്ഞാണ്. വളരെ അനുഗ്രഹമായിട്ട് തോന്നിയുണ്ട്. അതിൻ്റെ സാരം തന്നെയാണ് പറയുന്നത്. ദൈവം ചില സന്ദേശങ്ങൾ നമ്മളെ കേൾപ്പിക്കും, കാരണം നമുക്കത് പ്രയോജനമുള്ളതാണ് ആ ടൈമിൽ. അപ്പോൾ പലർക്കും പല ആത്മാവിൻ്റെ പരിശുദ്ധാത്മാവിൽ പലരിൽ കൂടെ നമ്മൾ വചനം കേൾക്കുന്നത് നമുക്ക് പ്രയോജനമുള്ളതാക്കി എടുക്കുക എന്നുള്ളത് ഹോളി സ്പിരിറ്റിൻ്റെ ജോലിയാണ്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിച്ചാൽ അത് പ്രവർത്തിക്കാൻ സമയം നമ്മളിങ്ങനെ വിത്ത് ഇങ്ങനെ എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ 3-4 ദിവസം മുമ്പ് ഞാൻ പോയിട്ട് തമിഴ്നാട്ടിൽ കുറച്ച് സ്ഥലമുള്ളിടത്ത് ഞാൻ നെല്ല് വിതയ്ക്കാൻ പോയി. നമുക്ക് കുറച്ച് സ്ഥലമാണ്, അവിടെ നെല്ല് കൃഷിയെക്കുറിച്ച് ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട്. ഈ നെല്ലിന് 120 ദിവസം മതി. നെല്ല് ഇട്ടാൽ 120-ാം ദിവസത്തിലത് വിളവെടുപ്പിടും. നമ്മളെല്ലാം വിത്തിടുക, വിളവെടുക്കും. കണ്ണുനീരോടുകൂടെ വിതയ്ക്കുന്നതിന് ആർപ്പോടെ കൊയ്യും. സാധാരണ നെല്ലിടാൻ നേരത്ത് ഞാൻ പോകാറില്ല, കാരണം ഇവിടെ വചനം വായിക്കുകയോ എന്തൊക്കെയൊക്കെ ബിസി ആയിരിക്കും. പിന്നെ തമിഴ്നാട് വരെ പോകണമെങ്കിൽ ഒത്തിരി ദൂരെ പോകാറില്ല. പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ ആ ദൈവം നിയോഗിച്ച് ആ ദിവസം അവിടെ പോയി. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു ഒരു 12:30 ആകുമ്പം വിത്ത് വിതയ്ക്കും എന്ന്. അപ്പോൾ 12:30 ആകുമ്പോൾ ചെന്നാൽ മതി. പക്ഷേ ഞങ്ങൾ രാവിലെ പോയതുകൊണ്ട് 9:30 ആയപ്പോൾ അവിടെ ചെന്നു. 9:30 ആയപ്പോൾ ചെന്നപ്പോഴും അവിടുത്തെ ജോലിക്കാരൻ വിളിച്ചേച്ച് പറഞ്ഞു നെല്ല് വിതയ്ക്കാൻ പോവുകയാണ്, സമയമായെന്ന്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നെല്ല് വിതയ്ക്കണം, നിങ്ങളങ്ങ് വിതച്ചു എന്ന് ഡോക്ടർ പറഞ്ഞു. പക്ഷേ ഈ ജോലിക്കാരൻ വിശ്വാസി പോലും അല്ല, ജോലിക്കാരൻ പറഞ്ഞില്ല, മാഡം വന്ന് പ്രാർത്ഥിച്ചിട്ടേ വിത്ത് വിതയ്ക്കുന്നുള്ളൂ. ഞാൻ അന്നേരം അതിശയിച്ച്. ഇന്ന് വരെയും അതും ഒരു അവിശ്വാസിയെ കൊണ്ട് നമ്മൾ ചെന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് വിത്തിടേ മതിയെന്ന് പറയാൻ തക്കവണ്ണം ദൈവം പ്രവർത്തിച്ചു. ആരോടും പറയണ്ട, നമ്മളെ മാനിക്കുന്ന ദൈവം മാനിപ്പിക്കുമ്പോൾ മാനിച്ചത് തന്നെ. എനിക്കെന്തൊരു സന്തോഷം ഉണ്ടായിരുന്നു. കാരണം ആ സ്ഥലത്ത് പലപ്പോഴും പോയി നമ്മൾ കൃഷി ചെയ്യും, നമ്മൾ പോയി പ്രാർത്ഥിക്കുകയും ചെയ്യും. പക്ഷേ ഇന്ന് വരെ ഞാൻ അവിടെ വിത്ത് എറിഞ്ഞിട്ടില്ല. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ വിത്ത് ഞാൻ ഈ പാടത്തിലോട്ട് എറിഞ്ഞപ്പം ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിച്ചു. 10-16 വർഷമായിട്ട് ടെലിവിഷനകത്ത് തന്നെ ദൈവവചനത്തിൻ്റെ വിത്തിടുകയാണ് ഞാൻ. ഈ 16 വർഷവും ഇട്ട വിത്തുകളെല്ലാം കിളുക്കുകയാണെങ്കിൽ ഭൂമി മുഴുവനും ദൈവവചനം കൊണ്ട് നിറയും. അതെൻ്റെ ജോലിയല്ല, ഞാൻ അയക്കുന്നു. വിത്ത് ചിലത് നല്ല നിലത്ത് വീഴും, അത് 100 മേനി ഉണ്ടാകും. ചിലത് പാറമേലും, ചിലത് മുള്ളിൻ്റെ ഇടയ്ക്കും, ചിലത് പിന്നെ വേണ്ടാത്ത സ്ഥലത്ത് വീണെന്നിരിക്കുക. അത് എൻ്റെ ജോലിയല്ല. അത് വിത്ത് എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ വിത്തുകൾ ചെന്ന് പ്രവർത്തിക്കും. അതുകൊണ്ട് ഓരോ പ്രാവശ്യം അയക്കുന്ന വചനം ഓരോരുത്തർക്കും പ്രയോജനമാകണമെങ്കിൽ നമ്മൾ പരിശുദ്ധാത്മാവിൽ അയക്കുന്നത് പരിശുദ്ധാത്മാവുള്ളവരിൽ പ്രവർത്തിച്ചേ പറ്റൂ. ഇത് എല്ലാവരെയും പ്രീതിപ്പെടുത്താനൊക്കത്തില്ല, ഒക്കുമോ? അത് സാധിക്കത്തില്ല. പക്ഷെ നമുക്കായിട്ട് ചില ആടുകളെ ദൈവം തരും. ഇടയന് തൻ്റെ ആടുകൾ അവിടെ അത് ചെന്ന് കൊണ്ടിട്ട് ഞാൻ ചിന്തിക്കുകയാണ്, ഒരു വ്യക്തിയിൽ ഒരു ജീവവൃക്ഷം ഉണ്ടായി എങ്കിൽ, ഞാൻ ഈ വചനം അയച്ചിട്ട് ഇത്ര 16 വർഷങ്ങൾ അയച്ചത്, ഇതിൽ പലയിടത്ത് ഈ ജീവവൃക്ഷം ഉണ്ടായി എങ്കിൽ, അത് തഴച്ച് നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ ഷെയ്ഡിൽ നമുക്ക് അല്പനേരമെങ്കിലും പോയി ഇരിക്കാമല്ലോ. നമ്മുടെ പിതാക്കന്മാർ നട്ട വൃക്ഷങ്ങളുടെ ഫലമല്ലേ ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത്. നമ്മളിടുന്നതിൻ്റെത് നമ്മുടെ അടുത്ത തലമുറകളിൽ ചെന്ന് വീഴും, സംശയമില്ല. അതുകൊണ്ട് വാതിക്കലിലേക്ക് കയറുകയാണ്. വാതിക്കലിനൊക്കെ പറഞ്ഞ് 3 കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ഞാൻ ഈ വാതിലുകളെക്കുറിച്ച് 5-6 സെഷൻസ് നേരത്തെ എടുത്തിട്ടുണ്ട്, ആ പോയിൻ്റിൽ നിന്ന് എടുക്കുന്നത്. വാതിക്കൽ എന്താണെന്നുള്ള വേദപുസ്തകത്തിൽ അറ്റ് ദ ഗേറ്റ്, അതായത് നമ്മുടെ വാതിക്കൽ, വാതിൽ തുറന്നാൽ നീ എന്ത് കാണും, അങ്ങനെ ഒരു ഭാഗമാണ്. ഉൽപ്പത്തി 4:7, ഉൽപ്പത്തി 4:7 ഉൽപ്പത്തി പുസ്തകം ഞാനിന്ന് കയീൻ ആബേലിൻ്റെ കാര്യം തന്നെ പറഞ്ഞതാണ്. പക്ഷെ 4:7 ഇങ്ങനെയാണ് വായിക്കുന്നത്. 7 കയീന് അതിൻ്റെ ഇച്ചിരി മുമ്പ് കയീന് ആബേലും ആദത്തിൻ്റെ യൗവായുടെയും 2 മക്കള്. കയീൻ ആബേലിനെ അവിടെ വെറുത്തു, കാരണം ആബേൽ ദൈവത്തിന് ഇഷ്ടമുള്ളത് ചെയ്തു. കയീൻ ഏറ്റവും കോപമുണ്ടായി, അവൻ്റെ മുഖം വാടി. എന്നാരെ യഹോവ കയീനോട്, അപ്പോൾ കയീൻ കൊന്നിട്ടില്ല സഹോദരനെ ഇപ്പോൾ,
യഹോവ കയീനോട്, നീ കോപിക്കുന്നത് എന്ത്? നിന്റെ മുഖം വാടുന്നത് എന്ത്? നീ നന്മ ചെയ്യുന്നു എങ്കിൽ പ്രസാദമുണ്ടാകയില്ലയോ? നീ തിന്മ ചെയ്യുന്നെങ്കിലോ പാപം വാതിക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിങ്കലേക്ക് ആകുന്നു, നീയോ അതിനെ കീഴടക്കണം എന്ന് കൽപ്പിച്ചു. അങ്ങനെയുണ്ട്. ദൈവം പറഞ്ഞു, വാതിക്കൽ പാപം നിൽക്കും. നമ്മളും പറയത്തില്ല ചിലപ്പോൾ, എടാ കുഞ്ഞെ നീ പോകരുത്, എൻ്റെ മോളെ നീ ആ വഴി വിട്ടു പോകരുത്. ഞാൻ ചിലപ്പം വര വരച്ച് ഇതിനപ്പുറത്ത് പോകാനൊക്കത്തില്ല. അവരോട് പറഞ്ഞാൽ കേൾക്കൂല, പിന്നെ നമ്മൾ വരയ്ക്കും. ഇതൊക്കെ ആത്മീയ കൊള്ളത്തിൽ നിൽക്കുന്ന ഈ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ആത്മീയ കൊള്ളത്തിൽ നിൽക്കുമ്പോൾ ശത്രുവും യുദ്ധവും കൂടുതലുണ്ട്, ഇല്ലെന്ന് പറയാം. അതുകൊണ്ട് പേടിച്ച് നമ്മളെ നിയോഗിച്ച് ഏൽപ്പിച്ച ജോലി നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കും. അത് ദൈവത്തിൻ്റെ വിശ്വസ്തത. അപ്പോൾ ഇവിടെ ദൈവം തമ്പുരാൻ കയീൻ ആബേലിനെ കൊല്ലുന്നതിന് തൊട്ട് മുൻപ് വന്നേച്ചു പറഞ്ഞു, വാതിക്കൽ പാപം നിൽക്കുകയാണ്, നീ അതിന് അടിമയാകരുതേ, നീ അതിനെ ജയിക്കണമെന്ന്. ഇത് തന്നെ നമ്മുടെ സ്വഭാവം. പോകരുതെന്ന് പറഞ്ഞാൽ ഉടനെ, ഇപ്പം എന്നോട് തന്നെയാണ്, ഈ പ്രായത്തിൽ പോലും എൻ്റെ ഹസ്ബൻഡ് എന്തെങ്കിലും അത് ചെയ്യണ്ട എന്ന് എന്നോട് പറഞ്ഞു പോയെങ്കിൽ ആദ്യത്തെ ചിന്ത അത് ചെയ്താൽ എന്താ, പിന്നെ നമ്മൾ ചെയ്യത്തില്ല, കാരണം നമുക്കിപ്പം പ്രായമായി മെച്ചുവറായി. പക്ഷേ കൊച്ചു പിള്ളേർ പോലും ഒരു വര വരച്ചേച്ച് പറയും, മോനെ ഈ വരയ്ക്കപ്പുറത്തോട്ട് പോകരുതേ, ടെസ്റ്റ് ചെയ്ത് നോക്കോ വീട്ടിൽ. എന്നിട്ട് നമ്മൾ അടുക്കള വരെ ഒന്ന് പോയി തിരിച്ച് കുഞ്ഞ് ആ വരയ്ക്കപ്പുറത്ത് ഒരു കാലെങ്കിലും വെച്ചിരിക്കും. അത് തന്നെ കയീനോട് ദൈവം പറഞ്ഞു. ദൈവമാ പറഞ്ഞത്, പാപം നിൻ്റെ വാതിൽ തുറക്കുമ്പോൾ സൂക്ഷിക്കണം, അതിൻ്റെ ആഗ്രഹം നിന്നോടാണ്, നിൻ്റെ സോളിനോട്, നിൻ്റെ ശരീരത്തോട്, നിൻ്റെ ഇമോഷനോട്, നിൻ്റെ ചിന്തയോട്. എന്ത് പറഞ്ഞിട്ട് കേട്ടില്ല. കയീന് ആബേലിനെ വിളിച്ചുകൊണ്ട് വയലിൽ പോകാമെന്നുണ്ട്. വയലിൽ ചെന്ന് ഒറ്റയടി കൊന്നു. ഇന്നും ഹാബേലിൻ്റെ രക്തം ദൈവത്തിൻ്റെ മുമ്പിൽ നിലവിളിച്ചുകൊണ്ടിരിക്കുന്നെന്ന് വേദപുസ്തകം എഴുതിയിരിക്കുന്നു. അപ്പം സ്വന്തം സഹോദരനെ കൊന്നത് സഹോദരൻ തന്നെയാണ്. ഇതുപോലെ എത്രയോ കാര്യങ്ങളിൽ ദിനം പ്രതി പരിശുദ്ധാത്മാവ് പറയും, വാതിൽ തുറക്കണ്ട, ഇപ്പോഴങ്ങോട്ട് പോകണ്ട, പാപം നിൻ്റെ മേലിരിക്കുന്നു, വാതിക്കൽ പാപം നിൽക്കുന്നു, നീ അതിനെ കീഴടക്കാൻ ഒന്നും കൂടെ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങിയാൽ കീഴടക്കാമായിരുന്നു. അന്നേരം ഈ സമയത്ത് കയീൻ പറയും, ദൈവമേ തെറ്റുപറ്റി, ഞാൻ മണ്ടത്തരം കാണിക്കും, എന്നെ സൂക്ഷിച്ചോണം. എന്നാലും ദൈവം ഹാബേലിനെ മാറ്റിയേന്. ഇതൊക്കെ നമ്മൾ ദിനം പ്രതി പഠിക്കണം. അപ്പം അതേപോലെ ഉൽപ്പത്തി 39:2 ജോസഫിൻ്റെ മേലെ പൊത്തിഫോറിൻ്റെ ഭാര്യയുടെ നോട്ടമുണ്ട്. പൊത്തിഫോറിൻ്റെ ഭാര്യ ജോസഫിനെ പല പ്രാവശ്യം നോട്ടമിട്ടു എന്നാണ് പറയുന്നത്. അല്ല, ഒന്നല്ല, പാപം കൂടെ നിൽക്കുകയാണ്, പാപം ഇങ്ങനെ കൂടെ നിൽക്കുകയാണ്. ജോസഫിനൊരു ടെസ്റ്റാണെന്ന് പറയുന്നത്. ജോസഫിൻ്റെ വലിയ അനുഗ്രഹം വരാൻ പോകുന്നത് പിശാച് അറിഞ്ഞിട്ട് അവൻ ഒരിക്കലും ആ നിലയിലെത്താതിരിക്കാൻ എന്തെല്ലാം ടെസ്റ്റുകളല്ല, ടെംപ്റ്റേഷൻ പിശാച് കൊണ്ടുവന്നു. ജോസഫ് പക്ഷേ ദൈവകൃപയാൽ ദൈവത്തിൻ്റെ വിളിയുള്ളവനും പാപത്തെ കീഴടക്കാനുള്ള ആത്മാവുള്ളതിനാൽ ആ പൊത്തിഫർ പറഞ്ഞപ്പോൾ അവളെ മുറിക്കകത്ത് വന്നപ്പം അവൻ്റെ വസ്ത്രം പോലും അവനത് ഇട്ട് ചൂട്, അവൻ്റെ മേൽവസ്ത്രം ഇട്ട് ഓടേണ്ടി വരുന്നു. കാരണം ഇവൾ അതുപോലെ ഉപദ്രവിക്കുകയാണ്, അതുപോലെ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുക. പാപം നമ്മുടെ മുറിക്ക് അകത്ത് കയറിയിരിക്കുന്നു. അഴിഞ്ഞു പോട്ടെ. പാപം അഴിഞ്ഞിരിക്കുന്നതിന് പാപമേ മേളിൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് തീയിറക്കി ഇത് കരിച്ചു കളയണം. അല്ലെ ഈ പാപം നമ്മളെ എല്ലാം അറ്റാക്ക് ചെയ്യുന്നു ദിനം പ്രതി. പാപം വാതിക്കൽ, പാപം വചനം പറയുന്നുണ്ട്, ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെയെന്ന് ജോസഫ് ചോദിച്ചു. അപ്പം ജോസഫിൻ്റെ ഉള്ളിൽ എപ്പോഴും ദൈവമുണ്ടായിരുന്നു. ദൈവമില്ല എങ്കിൽ തീർത്തും അത് വീണു പോയേനെ. ദൈവം ഉള്ളവനും വീഴുന്നു, പക്ഷേ ദൈവം ഉണ്ടായിട്ട് ആത്മാവിൽ നിന്നതുകൊണ്ടും സാക്ഷ്യം ഈ ദൈവത്തോട് ഞാൻ എങ്ങനെ പാപം ചെയ്യുന്നു പറഞ്ഞ് രക്ഷപ്പെട്ടു. ദൈവത്തിൻ്റെ വലിയ കരം. പിന്നെ റോമർക്ക് എഴുതിയ ലേഖനം 13:14 മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായിട്ട് എന്തിനാ ചിന്തിക്കുന്നത്. നമ്മളിൽ മോഹം ജനിക്കുന്നത് ജഡീക ചിന്തകൾ വരുമ്പം മോഹങ്ങൾ ജനിക്കുന്നു. ആ മോഹം ജനിക്കാൻ വെക്കണം. എന്തിനാണ് നീ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പം നമ്മൾ പ്രാർത്ഥിക്കുമ്പം പോലും അഴുക്ക് ചിന്ത. നമ്മളിപ്പോൾ ഒരാളെടുക്ക് ചെന്ന് പ്രാർത്ഥിക്കാൻ നിൽക്കുക. ദയവ് ചെയ്ത് ഞാൻ പറയട്ടെ, സ്ത്രീകളോട്, ഒരാൾ തന്നെ ഒരു പാസ്റ്ററിൻ്റെ അടുക്കലും ഒരാളുടെ അടുക്കലും തന്നെ പ്രാർത്ഥിക്കാൻ പോകരുത്. ഓപ്പൺ സ്പേസ് ഇസ് എ ഡിഫറെൻറ്റ് തിങ്. ഒരിക്കലും ആരെത്ര വലിയ ആളെന്ന് പറഞ്ഞാലും അവരുടെ മുമ്പിൽ ഒരു സ്ത്രീ, ഒരു പെൺകുഞ്ഞുങ്ങളെ തന്നെത്താനെ മുറിയിൽ പ്രാർത്ഥിക്കാൻ വിട്ടുകൊടുക്കരുത്. നിങ്ങൾ കൂടെ ഉണ്ടായിരിക്കണം. 2 പേര് കൂടാതെ ഒരാളും പ്രാർത്ഥിക്കാൻ കയറി ചെല്ലല്.
വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. ഇറ്റ് ഷുഡ് ബി എൻഫോഴ്സ്ഡ് ഇൻ എവറി ഫാമിലി. ഒരാൾ തന്നെയായിട്ട് പ്രാർത്ഥനയ്ക്കൊന്നും പറഞ്ഞ് പോകരുത്. രണ്ടുപേരൊന്നിച്ച് നിൽക്കണം. വളരെ ശ്രദ്ധയോടെ ഇത് പറയുന്നത് പ്രാർത്ഥിക്കുകയും വേണം. ഒരാത്മാക്കൾ എതിൽ കൂടെ വരുന്നതെന്ന് അറിയത്തില്ല. അപ്പം നമ്മളോട് ദൈവം പറയുന്നത്, നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നും പറഞ്ഞ് ഒരാളുടെയൊക്കെ പ്രാർത്ഥനയ്ക്ക് ചെല്ലുമ്പം അവരുടെ സ്പിരിറ്റ് ശരിയാണോ തെറ്റാണോ എന്ന് അറിയണമെങ്കിൽ നമ്മളിൽ പരിശുദ്ധാത്മാവാണ്. കൊച്ചു പൈതങ്ങളിലെയാണ് ഏറ്റവും കൂടുതൽ മിസ്യൂസിങ് വരുന്നത്. കാരണം അവർക്ക് അറിഞ്ഞുകൂടാ. അമ്മമാർ പലപ്പോഴും ശ്രദ്ധ ചെലുത്താത്തതിനാൽ കൊച്ചു പൈതങ്ങളെ ദുഷ്ടൻ ഉപദ്രവിക്കുന്നുണ്ട്. ഏത് സമൂഹത്തിലും അത് നടക്കുന്നു. അത് മാറ്റാൻ വേണ്ടി കൂടുതൽ ജാഗ്രതയോടുകൂടി അമ്മമാർ നിൽക്കണം. വാതിക്കൽ പാപം, മുറിക്കകത്ത് പാപം നിൽക്കുന്നു. നമ്മൾ പ്രാർത്ഥിച്ച് കുഞ്ഞുങ്ങളെ അവരെ മെച്യൂറാക്കുന്നിടം വരെയും അത് കഴിഞ്ഞിട്ടും പറഞ്ഞു കൊടുക്കേണ്ടത് പറഞ്ഞു കൊടുക്കണം. നമ്മൾ ഈ ആവർത്തന പുസ്തകം 28 1 തൊട്ട് 13 വരെയുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയുമ്പോഴേ ദൈവം ഒന്ന് പറയുന്നുണ്ട്, നീ പൂർണ്ണ ഹൃദയത്തോട് ദൈവത്തിൻ്റെ വചനം ശ്രദ്ധയോട് കേട്ട് അതനുസരിക്കുന്നു എങ്കിൽ താഴെ പറയുന്ന സകല അനുഗ്രഹങ്ങളും നിനക്ക്. അപ്പം അനുസരണം കൂടാതെ അനുഗ്രഹം കിട്ടുന്ന ആരെങ്കിലും വിചാരിക്കുന്നെങ്കിൽ അത് ശരിയല്ല. പാപം വാതിക്കലുണ്ട്, പാപം മുറിക്കകത്തുണ്ട്. ശ്രദ്ധിക്കുക. പാപം മുറിക്കകത്ത് അഴിഞ്ഞു പോകട്ടെ. ശപിക്കപ്പെട്ടത് ക്ലെൻസിങ് ആണ് ഇവിടെ. അത് ഞാനിപ്പോൾ പറയുമ്പോൾ ഇത് ക്ലെൻസ് ചെയ്യാനുള്ള ഈ കഴിഞ്ഞ എന്നോട് തന്നെ പലരും വന്ന് എന്നോട് ഓരോ സങ്കടങ്ങൾ പറയാറുണ്ട്. ഈ അമ്മമാർ അപ്പന്മാരുടെ ബിസിനസ്സിന് വേണ്ടി അതിൻ്റെ പുറകെ നടക്കുമ്പം അവരുടെ കൂടെ കയറി വരുന്ന ദുഷ്ടന്മാർ നമ്മുടെ പിഞ്ചു കുഞ്ഞുങ്ങളെ മിസ്യൂസ് ചെയ്യുന്നുണ്ട്, അറിഞ്ഞില്ല. പിന്നെ ഇതെല്ലാം രഹസ്യമാണെന്ന് പറഞ്ഞ് കൊണ്ട് നടക്കാതെ നമ്മൾ ശ്രദ്ധയോടുകൂടി കുഞ്ഞുങ്ങളിരിക്കുന്നിടത്ത് വേറൊരാൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. ആൺകുട്ടികളെയും പെൺകുട്ടികളെയും സൂക്ഷിക്കണം. ഏത് സ്ഥാപനത്തിൽ വിടുമ്പോഴും ഒരു കണ്ണും അവരുടെ മേലുണ്ടായിരിക്കണം. ആപത്ത് പഴയ കാലമല്ല, അതുപോലെ. പിന്നെ അതല്ല എങ്കിൽ നല്ല ശക്തമായിട്ട് വേലി കെട്ടി പ്രാർത്ഥിക്കാനുള്ള അറിവുണ്ടായിരിക്കണം. കുഞ്ഞുങ്ങൾ പോകുമ്പോൾ ദൈവദൂതന്മാരെ നിർത്തുന്നു. ശത്രു അടുക്കാനൊക്കത്തില്ല. ദൈവത്തിൻ്റെ തീയുടെ മതിലുണ്ട് എന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങളെ ഇവിടെ. പാപം വാതിക്ക തന്നെയല്ല, മുറിക്കകത്തും കയറിയിരിക്കുന്ന കാലം. പ്രാർത്ഥിപ്പീൻ. ദൈവം വാതിക്കൽ വരുന്ന പാമ്പിനെയും അകത്തുള്ള പാമ്പിനെയും വെട്ടി നശിപ്പിക്കാൻ വിശ്വസ്ത. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, ഒരു ദുഷ്ടലോകത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. പാപത്തെ ഞാൻ വെറുക്കുന്നു, മരണത്തോളം വെറുക്കുന്നു എന്ന് വചനം പറയുന്നു. ആ മരണത്തോളം വെറുക്കാൻ തക്കവണ്ണം ഞങ്ങളെ പഠിപ്പിക്കണം. പാപം വാതിക്കൽ നിന്നാൽ അതെപ്പോഴാണ് നമ്മുടെ മേലോട്ട് കയറുന്നതെന്നറിയത്തില്ല. ജോസഫ് രക്ഷപ്പെട്ടതിനാൽ പിന്നെ ജയിലിൽ കിടക്കേണ്ടിയും വന്നു. അതൊക്കെ ഓർക്കുമ്പം പിന്നെയുള്ള ആളുകൾ ചെയ്യുമ്പോൾ എന്താണെങ്കിലും ജോസഫിൻ്റെ മേലൊരു വിളിയുണ്ടായിരുന്നു. അതുപോലെ ഒരു വിളി നമ്മുടെ തലമുറകളുടെ മേലിട്ട് തരണം. ഞങ്ങളുടെ മേൽ ഇനിയുള്ള ശിഷ്ടായുസിൽ എന്ത് വന്നാലും ദൈവത്തിന് വിപരീതമായിട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുതേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുക. പരീക്ഷയിൽ അകപ്പെടുത്തരുതേ എന്ന് നിന്നോട് പറയുക. അല്ലാതെ നമുക്ക് തന്നെ ഒക്കത്തില്ല കർത്താവ്, തന്നെ ജീവിക്കാൻ ഒക്കുന്നില്ല. പരീക്ഷയിൽ അകപ്പെടുത്താതെ നോക്കണമേ. ഞങ്ങളുടെ ഹൃദയം വീണ്ടും 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 നിന്നിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ തക്കവണ്ണം ഞങ്ങളെ പഠിപ്പിക്കണമേ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിന്നെ അടുക്കൽ വന്ന് നിൻ്റെ തേജസ് കൊണ്ടുവരും. ശത്രുവിൻ്റെ തന്ത്രങ്ങളെ ദൂരത്തു നിന്ന് അറിഞ്ഞ് വെട്ടിമാറ്റിക്കൊണ്ട് തലമുറകൾക്ക് പുതിയ വഴിയെടുക്കുമ്പോൾ മുള്ളും പറക്കാരെയും പറിച്ചെടുത്ത് ദൂരെ കളഞ്ഞ് ശത്രു വാതുക്കൽ പാപം നിൽക്കുമ്പോഴും ആ വഴിയിൽ പോലും കുഞ്ഞുങ്ങൾ പോകാതിരിക്കാൻ തക്കവണ്ണം നിൻ്റെ കൃപ കൊണ്ട് നിറയ്ക്കണമേ. കർത്താവേ, തലമുറകളോട് കരുണ തോന്നണമേ. അവരെ സൂക്ഷിക്കേണ്ട വിധത്തിൽ സൂക്ഷിക്കാനും പഠിപ്പിക്കാനും ഞങ്ങളെ പഠിപ്പിച്ചാൽ ഞാനും ഞങ്ങളുടെ തലമുറകൾക്ക് അടുത്ത തലമുറക്ക് അവരുടെ മക്കളെ വളർത്താനുള്ള ഇട്ടുകൊടുക്കണമേ. അതാ ഇത് ഇന്ന് തുടങ്ങിയതല്ല, അത് തുടങ്ങിയതാണ്. പാപം ഭൂമിയിൽ വന്ന നാൾ തൊട്ട് ഇന്ന് ഇത് പെരുകിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് കൂടുതൽ കൃപയിലേക്കും കൂടുതൽ ദൈവ ആത്മാവിൻ്റെ ശക്തിയിലേക്കും പരിശുദ്ധാത്മാവിൻ്റെ വെളിച്ചത്തിലേക്കും ഞങ്ങളെ കൊണ്ടുവന്ന് ആ വലിയ വെളിച്ചം മാറാതെ നിർത്തിത്തരണമേ. പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ തലമുറകളെ അനുഗ്രഹിക്കുക, ഞങ്ങളെ കാവൽ ചെയ്ത് സൂക്ഷിക്കുന്നതിന് നന്ദി. സകലതും യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ.